എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ദേശീയ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ളത്. അപ്പോൾ ഏകദേശം 20ഓളം മുസ്ലിം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഡോവൽ ചർച്ച നടത്തിയത്. ഏകദേശം 8 മണിക്കൂറോളം ഈ ചർച്ച നീണ്ടു നിന്നു. അപ്പോൾ ഈ ചർച്ചയിൽ ഡോവൽ ഇവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്രകാരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യം വലിയൊരു കപ്പലാണ്. ഈ കപ്പൽ എല്ലാവരും കൂടി ചേർന്ന് തുഴഞ്ഞാൽ മാത്രമേ അതിന് ലക്ഷ്യസ്ഥാനത്തെത്തൂ. നമ്മുടെ ലക്ഷ്യം 2047 വികസിത രാജ്യമാകുക എന്നാണ്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകൂ എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഡോവൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഡോവൽ, അതായത് നമ്മുടെ സെക്യൂരിറ്റി അഡ്വൈസറായ ഡോവൽ ഇവരോടൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ അതിനാണ് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും മാധ്യമങ്ങൾ ടച്ച് ചെയ്തില്ല. അപ്പോൾ മാധ്യമങ്ങൾ ഇതിനെ വലിയ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഡിഫൻസ് സെക്ടറിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത്, അവിടുത്തെ അനലിസ്റ്റുകൾ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വലിയ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യം വലിയ രീതിയിലും കുതിപ്പിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2047 രാജ്യം വലിയ രീതിയിൽ ആ ഒരു വികസന രാജ്യമാവാൻ വേണ്ടി കുതിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള ശിഥിലീകരണ സ്വഭാവമുള്ള പരിപാടികൾ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അന്വേഷണ ഏജൻസികളൊക്കെ വലിയ രീതിയിൽ ഇവരെ പിന്തുടരുന്നു. അതിനെ നല്ല രീതിയിൽ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായില്ലേ. അപ്പോൾ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡൽഹിയിൽ സ്ഫോടനം നടന്ന സമയത്ത് ഈ ഡൽഹി സ്ഫോടനം നടത്തിയ ആദിൽ നബി എന്ന് പറയുന്ന ആ സുഡാപ്പി ഏകദേശം ഡൽഹി സ്ഫോടനം നടക്കുക ഏകദേശം 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്കാണ് ആ സ്ഫോടനം നടന്നത്. ആ സ്ഫോടനം നടക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് നബി പള്ളിയിലെത്തുകയും 6 മണിക്കാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ 4 മണിക്കൂറോളം ഈ പള്ളിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയത് വളരെ ഗുരുതരമായ കാര്യങ്ങളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ പല കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ പള്ളി ഇത്തരം കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള തീവ്രവാദികൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള ഒരു മെസ്സേജ് ഡോവൽ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ TCS വിഷയം തന്നെ, TCS വിഷയത്തിലായാലും മഹാരാഷ്ട്രയിലെ NGO വിഷയത്തിലും NGO അവിടെ NGO ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പല പല കാര്യങ്ങളൊക്കെ കൊണ്ട് രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ കൂട്ടുനിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു അതിനുവേണ്ടി സപ്പോർട്ട് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ സംഘടനകളോ നിങ്ങളുടെ ചെറുപ്പക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം. രാജ്യത്തെ പള്ളികളെ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള അക്രമ സ്വഭാവം ഉള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കരുത്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അന്വേഷണ ഏജൻസികളെ അറിയിക്കണം. അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഡോവൽ ഇവരെ കണ്ടതും ഏകദേശം 8 മണിക്കൂറോളം സംസാരിച്ചതും. അപ്പോൾ നമ്മുടെ ഡോവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അത്തരത്തിലൊരാൾ പൊസിഷനിലിരിക്കുന്ന ആളും അത്തരത്തിൽ സ്റ്റാറ്റസിൽ ഒരാളും ഇവരോട് സംസാരിക്കണമെങ്കിൽ അത് പ്രശ്നങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. അത് നമുക്കറിയാം. നമ്മളിപ്പം ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ രീതിയിലുള്ള കലാപത്തിന് കൂട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ, അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും അവിടെയെല്ലാം സംഭവിച്ചതുപോലത്തെ കലാപം, ജൻസി കലാപം എന്നിവർ പറയുന്നത്, നമ്മുടെ മാപ്പറുകൾ പറയുന്ന ജൻസി കലാപം, അത് ജൻസി കലാപമല്ല, മതമൗലികവാദികളാണ്. ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് അവിടെ ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ വേണ്ടി അതിന് ചുക്കാൻ പിടിച്ചത്. അവിടെ ജൻസി കലാപം എന്ന പേരിലാണ് മാപ്പറുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കലാപം അമേരിക്കയും കൂടി ഒരു താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ രീതിയിലുള്ള താരിഫും അത്തരം കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്തത്. അത് ഇന്ത്യ അവരുടെ വശത്താക്കാൻ വേണ്ടിയിട്ട്, അവിടെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു തരത്തിലും ഇന്ത്യ അതിന് സമ്മതിക്കുന്നില്ല. ഇന്ത്യ അതിന് വേറെ വഴികൾ കണ്ടെത്തി അമേരിക്കയോട് പോടാപ്പുല്ലി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ നിലപാടും. അപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ശക്തമായൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സമൂഹം, ഇന്ത്യയുടെ ജനങ്ങൾ ഏകദേശം മിക്ക ജനങ്ങളും ഇന്ത്യ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗ്ലോബൽ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഇന്ത്യൻ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് കൂടി ചേർന്ന് നിൽക്കുന്നു. പക്ഷേ ഇത് ചില ആൾക്കാർക്ക് ദഹിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇറക്കിയിട്ട് ഇവിടെ വലിയ രീതിയിൽ കലാപത്തിന് കൂട്ടുകൂട്ടിയാണ്. അതാണ് നമ്മൾ ഡൽഹി സ്ഫോടനം തൊട്ട് ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ എല്ലാം ഒരു കോണിൽ നിന്ന്, ഒരു സെൻട്രലൈസ്ഡ് ഒരു പൊസിഷനിൽ നിന്ന് ഹാൻഡിൽ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിൽ കണ്ടു വൈറ്റ് കോളർ ടെററിസം. അപ്പോൾ അതിനൊക്കെ ആരാണ് ചുക്കാൻ പിടിക്കുന്നത്? അതിന് കൂട്ടുനിന്നത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതായത് സ്വാഭാവികമായിട്ടും ഭീഷണിപ്പെടുത്തി ഇങ്ങനെ എക്സ്ട്രാ താരിഫൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യയെ വരുതിക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷേ
നോക്കി, ജൻസി കലാപം ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഇന്ത്യയുടെ ജൻസികൾ തെരുവിലിറങ്ങാൻ തയ്യാറല്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ പോലും കൂട്ടിപ്പിടിച്ച് രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തി. അത് രാഹുൽ ഗാന്ധിനെ പറഞ്ഞു. അതായത് ബംഗ്ലാദേശിലും നേപ്പാളും ശ്രീലങ്കയിലൊക്കെ ജൻസികൾ തെരുവിലിറങ്ങി. എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾ തെരുവിലിറങ്ങുന്നില്ല എന്ന് പരസ്യമായി ചോദിച്ച ഒരു പ്രതിപക്ഷ നേതാവുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ജനസികൾക്കും ഇന്ത്യയുടെ യുവാക്കൾക്കും കാര്യമറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്, ലോകത്ത് എന്താണ് നടക്കുന്നത് നന്നായിട്ട് അറിയാം. അവരുടെ വിരൽത്തുമ്പിൽ എല്ലാം കിട്ടും. അതായത് എന്താ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്ന കാലഘട്ടമാണ് ഇത്. അപ്പോൾ ആ സമയത്താണ് അത്തരത്തിലുള്ള കലാപത്തിന് ഇന്ത്യയിൽ സ്കോപ്പില്ലെന്ന് കണ്ടിട്ട് ഇവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇറക്കിയിട്ട് കലാപം ഉണ്ടാക്കാനാണ് പരിപാടി. അതാണ് നമ്മൾ ഡൽഹി കലാപം തൊട്ട്, ഡൽഹി സ്ഫോടനം തൊട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം വൈറ്റ് കോളർ ടെററിസം, പിന്നെ ഈ കോർപ്പറേറ്റ് ജിഹാദ്, പിന്നെ അതുപോലെ മഹാരാഷ്ട്രൻ മറ്റേ NGO ജിഹാദ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീരീസ് ഓഫ് ആക്ഷൻസ് ആണ്. എല്ലാം ഒരു സെൻട്രലൈസ്ഡ് ഒരു ഏരിയയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടപെട്ടിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കണം. നിങ്ങളുടെ ജനങ്ങളെ, നിങ്ങളുടെ യൂത്തിനെ പള്ളികൾ മുഖേനയും ഇത്തരത്തിലുള്ള സംഘടനകൾ വഴിയും നിങ്ങൾ ഉപദേശം കൊടുത്ത് നന്നാക്കണം എന്നുള്ളൊരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് ഡോവൽ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു മെസ്സേജ് അല്ല, ഒരു റിക്വസ്റ്റ് അല്ല, ഇതൊരു വാണിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ, അത്തരം വാർത്തകൾ കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരു സെക്കൻഡിന് പോലും ഒരു വർഷത്തെ വിലയുള്ള ഒരാളാണ് അജിത് ഡോവൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഏകദേശം 8 മണിക്കൂറോളം ഇവരോട് സംസാരിക്കണമെങ്കിൽ അതൊരു റിക്വസ്റ്റ് അല്ല, ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലല്ല. സംഭവം എന്ന് വെച്ചാൽ ഒരു വാണിംഗ് തന്നെയാണ്. അതായത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടും. അതുമാത്രമല്ല, കടുത്ത ശിക്ഷകളായിരിക്കും നിങ്ങൾക്ക് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജും ഒരു വാണിംഗ് കൂടിയാണ് അജിത് ഡോവൽ ഈ മീറ്റിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന് സപ്പോർട്ട് ചെയ്ത ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി നടന്ന സ്ഫോടനം തന്നെയാണ്. ആ സ്ഫോടനത്തിൽ അവിടുത്തെ പല ആൾക്കാർക്കും ഇമാമിനടക്കം പങ്കുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിടിക്കപ്പെട്ട ആൾക്കാരൊന്നും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത്തരം സംഘടനകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തീവ്രവാദ ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഈ തീവ്രവാദ ആശയമുള്ള അതിൽ ആകൃഷ്ടരായ ആൾക്കാരെ വലിയ രീതിയിൽ പല ഇൻ്റർനാഷണൽ ഇത്തരത്തിലുള്ള തീവ്രവാദം നടത്തുന്ന സംഘടനയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടും എന്നുള്ള വലിയൊരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡോവൽ ഇവരുമായിട്ട് ചർച്ചയ്ക്ക് വന്നത്. ചർച്ചയ്ക്കല്ല, ഒരു വാണിംഗ് കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ അതായത് ഇതൊരു ലാസ്റ്റ് വാണിംഗ് ആണ്. ഈ ലാസ്റ്റ് വാണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇത്രകാലം വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സംഗതി കളി മാറും എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി തന്നെ, ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഡോവൽ രാജ്യത്തെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ടും സംഘടനകളെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുമായിട്ടും ഏകദേശം 8 മണിക്കൂറോളം ചർച്ച നടത്തിയത്. അപ്പോൾ മാധ്യമങ്ങൾ പല കാര്യങ്ങളും ഇത് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകളും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. രാജ്യത്ത് സമാധാനം പുലരട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.